തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ LDF നഗരസഭാ ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് LDF നേതൃത്വത്തിൽ നഗരസഭകളിലെ ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ LDF ഭരിക്കുന്ന നഗരസഭകളിലെ ചെയർപേഴ്സൺമാരും കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുമുള്ള സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു പോലും നൽകാൻ ഇതേവരെ സർക്കാർ തയ്യാറായിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം എന്നതാണ് നാം കാണേണ്ടത്. തീർത്തും നിഷേധാത്മകമായ സമീപനം, തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം. സർക്കാരിനെ അറിയാത്തതല്ല, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിയില്ലെങ്കിൽ അവർ നടപ്പാക്കേണ്ട പദ്ധതികൾ നടപ്പാക്കാനാവില്ല എന്നത്. ബോധപൂർവം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രിയും CPI നേതാവുമായ P പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മുക്കം നഗരസഭയിലെ 18 ഇടതുപക്ഷ ജനപ്രതിനിധികളും ചെയർപേഴ്സൺ KP ചാന്ദിനിയുടെ നേതൃത്വത്തിൽ മാർച്ചിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് LDF തീരുമാനം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.